ഇതാട്ടോ നമ്മുടെ ദുരിയാൻ ഫ്രൂട്ട്. കയ്യിൽ പഴുത്ത് കഴിഞ്ഞ് താഴെ ഇവിടെ വെച്ചിട്ട് ഞെട്ടി നടന്ന് താഴെ വീഴും. സാധാരണ രീതിയിൽ പല വെറൈറ്റീസ് അത്. ഇത് 2 കിലോ ഭാരം വരുന്നത്, 4 കിലോ വരെ ഭാരം വരുന്നത്, പിന്നെ 6 കിലോ ഭാരം വരുന്നത്. അങ്ങനെ ഓരോ വെറൈറ്റി. നമ്മുടെ നാട്ടിലെ ചക്ക പോലെ തന്നെ ഇത് ഓരോരോ വെറൈറ്റീസാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറൈറ്റി ചക്കകളുള്ള പോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, ഫിലിപ്പീൻസിലൊക്കെയാണ് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഓരോ വെറൈറ്റീസ് ഓരോരുത്തർ കൊണ്ടുവന്ന് വരുന്നത്. ഇതിപ്പോൾ D24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇപ്പോൾ എനിക്കൊരു 12 മരത്തോളം ഉണ്ട്. ഒരു 18 വർഷം പഴക്കമുള്ള 12 മരത്തോളം ഉണ്ട്. ഇതാണ് അതിൻ്റെ തേക്കിൽ കേട്ടോ. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് D24ൻ്റെ തൈയാണേ. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത ഫ്രൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ തൈയാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് 2.5 കിലോ ആണ് വരിക. റൗണ്ട് ഷേപ്പായിരിക്കും. കിലോ വെയിറ്റായി ഈ ചാനിക്ക് വരിക. കളറിൽ മാറ്റം ഉണ്ടാവും. ലൈറ്റ് കളർ ഡിമ്മായിരിക്കും, അത്ര ഗ്രീൻ ആയിരിക്കില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് വിൽക്കുന്ന നഴ്സറി അല്ല കേട്ടോ. നമ്മുടെ തോട്ടത്തിലെ മാത്രം ഫ്രൂട്ട്സിൻ്റെ കളക്ഷനാണ്. അതിൻ്റെ തേക്കുകളാണ് ദുരിയാൻ, മംഗോസ്റ്റിൻ, റംബൂട്ടാൻ, അങ്ങനെയുള്ള തേക്കുകൾ, ഫിലോസാൻ, ഇതൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ടാകുന്നതിൻ്റെ കായ്പാവി അതിനെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ വിൽക്കുന്ന നഴ്സറികൾക്ക് വിൽക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത്.